നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കാർഷിക സമൃദ്ധിയുടെയും വിളവെടുപ്പിന്റെയും പ്രതീകമായി മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നു. നാടും നഗരവും വിഷു ആഘോഷത്തിലാണ്. അമ്പലങ്ങളിൽ വിഷുക്കണി ദർശനത്തിന് വൻ ഭക്തജന തിരക്കാണുള്ളത്. അതേസമയം ഗുരുവായൂരപ്പനെ കണി കാണാനെത്തിയത് പതിനായിരങ്ങളായിരുന്നു. തിരക്ക് പരിഗണിച്ച് പ്രത്യേക ദർശന സൗകര്യമുള്ള സീനിയർ സിറ്റിസൺ പ്രാദേശിക വിഭാഗങ്ങളുടെ ദർശനം ആദ്യമെത്തുന്ന 500 പേർക്ക് വീതമായി ടോക്കൺ മുഖേന പരിമിതപ്പെടുത്തും. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഇന്നലെ രാവിലെ മുതൽ കണി വിഭവങ്ങളുടെ വിൽപ്പന തകൃതിയായി നടന്നു. കമ്പോളങ്ങളിലും വഴിയോരത്തും കണിവയ്ക്കാനുള്ള വസ്തുക്കൾ വാങ്ങാൻ ആൾത്തിരക്കായിരുന്നു. വിഷുവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങളും പലതുണ്ട്. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് വിഷുവെന്നും രാവണന് മേൽ രാമൻ നേടിയ വിജയമാണ് വിഷുവെന്നും രാവണന്റെ കൊട്ടാരത്തിൽ വെയിൽ തട്ടിയത് ഇഷ്ടപ്പെടാതെ സൂര്യൻ നേരെ ഉദിക്കാൻ രാവണൻ സമ്മതിച്ചില്ലെന്നും രാവണനെ രാമൻ വധിച്ച ശേഷം സൂര്യൻ നേരെ ഉദിച്ചതാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നും മറ്റൊരു വിശ്വാസവുമുണ്ട്. AIDMK BJP സഖ്യത്തിനു വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ 15 ബുധനാഴ്ച നാഗർകോവിലെത്തും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്ക് പോകുന്നതിനാൽ മുൻകരുതലെന്നോണം തലസ്ഥാനത്ത് ഗതാഗത നിയന്ത്രണമുണ്ട്. ഉച്ചയ്ക്ക് 11:30 മുതൽ രാത്രി 7 വരെ നിയന്ത്രണങ്ങൾ ബാധകമായിരിക്കും. ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രധാന റോഡുകളുടെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. ലംഘിക്കുന്ന വാഹനങ്ങളെ റിക്കവറി വാഹനങ്ങൾ ഉപയോഗിച്ച് നീക്കം ചെയ്യുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ഡോക്ടർ SK റാം അധ്യാപകനായി ഇനി കോളേജിൽ ഉണ്ടാകില്ല. ഓറൽ പത്തോളജി വിഭാഗം മേധാവിയായ റാമിനെ പുറത്താക്കാൻ കോളേജ് മാനേജ്മെന്റ് യോഗത്തിൽ തീരുമാനിച്ചു. നടപടിക്രമം പൂർത്തിയാക്കി വൈകാതെ പുറത്താക്കും. തീരുമാനം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. കോളേജിലെ കൂടുതൽ അധ്യാപകർക്കെതിരെ പരാതി നൽകാൻ വിദ്യാർത്ഥികൾ ഒരുങ്ങുന്നു. 8 അധ്യാപകർക്കെതിരെയാണ് വിദ്യാർത്ഥികൾ മാനേജ്മെന്റിന് പരാതി നൽകാൻ തയ്യാറെടുക്കുന്നത്. ഇതിനു മുന്നോടിയായി വിദ്യാർത്ഥികൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ അധ്യാപകരുടെ പേര് സഹിതം വോട്ടെടുപ്പ് നടത്തി. ആലപ്പുഴ കായംകുളത്തെ വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതിയായ സിനിൽ സബാദിനെ പിടികൂടാനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. അന്വേഷണ സംഘം തിരുവനന്തപുരത്തെത്തി. ഇന്നലെ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വ്യാപാരികളുടെ സംഘടനയിൽ നിന്ന് പ്രതിയുടെ പ്രാഥമിക അംഗത്വം റദ്ദാക്കിയിരുന്നു. DGP നേരിട്ട് ഇടപെട്ടതോടെയാണ് അന്വേഷണം ഊർജിതമാക്കിയത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണ തേടി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. മണ്ഡല പുനർനിർണയത്തിനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെയാണ് രേവന്ത് റെഡ്ഡി പിണറായി വിജയന് കത്തെഴുതിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ നീക്കത്തിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്നാണ് കത്തിലെ ആവശ്യം. വനിതാ സംവരണത്തിന്റെ പേരിൽ മണ്ഡല പുനർനിർണയത്തിനും സീറ്റുകൾ വർദ്ധിപ്പിക്കാനുമുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്നാണ് കത്തിൽ രേവന്ത് റെഡ്ഡിയുടെ ആവശ്യം. ബംഗാൾ, ആസാം, തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിടാൻ അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ പോയതോടെ കേരളത്തിൽ നിർമ്മാണ മേഖലയടക്കം എല്ലാ തൊഴിൽ മേഖലകളും പ്രതിസന്ധിയിലായി. തെരഞ്ഞെടുപ്പും ബക്രീദും കഴിഞ്ഞ് ജൂൺ പകുതിക്ക് ശേഷമേ ഇവർ തിരിച്ചെത്തൂ. അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണ് പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറികളടക്കം മിക്ക വ്യവസായശാലകളും പ്രവർത്തിക്കുന്നത്. കൃഷി, ശുചീകരണം, മുടിവെട്ടൽ, സ്പാ, തെങ്ങുകയറ്റം, കടകളിൽ വിൽപ്പനക്കാർ, മരംവെട്ടൽ, മത്സ്യബന്ധനം, കൂലിപ്പണി എന്നിങ്ങനെ സമസ്ത തൊഴിൽ മേഖലകളിലും അന്യസംസ്ഥാനക്കാരാണ് ബഹുഭൂരിപക്ഷവും. തൊഴിലാളികളില്ലാതെ ഹോട്ടലുകളടക്കം പല സ്ഥാപനങ്ങളും അടച്ചിടുകയാണ്. കോഴിക്കോട് മൂഴിക്കലിൽ മാതൃസഹോദരിയുടെ മകളായ 16-കാരിയെ കൊന്ന ശേഷം 20-കാരൻ ജീവനൊടുക്കിയതിന്റെ ഞെട്ടലിലാണ് നാട്. രാത്രി വീട്ടിലെത്തി ഒളിച്ചിരുന്ന പ്രതി അതിനാൽ പുലർച്ചെയാണ് കൊല നടത്തിയത്. മോഷണത്തിനായാണ് ഇയാൾ വീട്ടിലെത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീട്ടിലുള്ളവരെ മുഴുവൻ കൊല്ലാൻ ഇയാൾ ലക്ഷ്യമിട്ടെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കയ്യേറ്റത്തിലൂടെ നഷ്ടമായ ക്ഷേത്രഭൂമി 46 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ തിരികെ പിടിച്ച് തൊണ്ടിക്കുഴ ശ്രീ അമൃതകലശ ശാസ്താ ക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ്. ക്ഷേത്രത്തിന്റെ ദുരവസ്ഥ കണ്ട നാട്ടുകാരായ ഭക്തർ 1978-ൽ കാട് തെളിച്ച് പൂജ തുടങ്ങി. ഈ സമയത്ത് ദേവന്റെ വിഗ്രഹവും പീഠവും വരെ ഉടഞ്ഞ അവസ്ഥയിലായിരുന്നു. ശ്രീകോവിലും ചുറ്റും 5 സെന്റ് ഭൂമിയുമായിരുന്നു അന്ന് ക്ഷേത്രത്തിൽ അവശേഷിച്ചിരുന്നത്. ശ്രീകോവിലിന് സമീപത്തെ തെങ്ങുകളിലെ ആദായം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കയ്യേറ്റക്കാരും ഭരണസമിതിയുമായി 1981-ൽ തർക്കമുണ്ടായി. പിന്നാലെ പോലീസ് സ്റ്റേഷനിലും തുടർന്ന് തൊടുപുഴ മുനിസിഫ് കോടതിയിലും കേസെത്തി. പരിശോധനയിൽ 1 ഏക്കർ 22 സെന്റ് സ്ഥലം സെറ്റിൽമെന്റ് രജിസ്റ്റർ പ്രകാരം തൊണ്ടിക്കുഴ ശ്രീ ധർമ്മശാസ്താവിന്റെ പേരിലുള്ളതായി രേഖകൾ ലഭിച്ചു. ഇതിനിടെ സ്ഥലത്ത് സംഘർഷമുണ്ടായി. പൂജാരി ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചു. ക്ഷേത്രത്തിലെ വലിയ ഭജന മണ്ഡപവും തിടപ്പള്ളിയും സ്റ്റോറും ഉൾപ്പെടെ തീയിട്ടു. ഭരണസമിതി കേസുമായി മുന്നോട്ടു പോയി. 1989-ൽ അനുകൂലമായ ആദ്യ വിധി സമ്പാദിച്ചു. എതിർകക്ഷികൾ സുപ്രീം കോടതിയിലടക്കം പോയെങ്കിലും കീഴ്ക്കോടതിയുടെ വിധി ശരിവെച്ചു. 1995-ലാണ് ക്ഷേത്രം വീണ്ടും പൂജകൾക്കായി തുറന്നത്.
2023 ഹൈക്കോടതി വിധി നടത്തിപ്പിനായി കീഴ്ക്കോടതിയിലേക്ക് കൈമാറി. 2025 ഡിസംബറിൽ മുൻസിഫ് കോടതി ക്ഷേത്രഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ക്ഷേത്ര ഭരണസമിതിക്ക് നൽകാൻ ഉത്തരവായി. കോടതി ആമിനും താലൂക്ക് സർവേയറും സുരക്ഷയ്ക്കായി പോലീസും എത്തിയാണ് ഒരു വീടടങ്ങുന്ന 69.25 സെന്റ് അളന്ന് ക്ഷേത്ര ഭരണസമിതിക്ക് കൈമാറിയത്. തിരികെ ലഭിച്ച ഭൂമിയിൽ ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഭാരതത്തിന് അഭിമാനമായി കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖം ലോക ശ്രദ്ധ ആകർഷിക്കുന്നു. സമാധാന ചർച്ചകൾ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഷിപ്പിംഗിന്റെ രക്ഷാകേന്ദ്രമായി വിഴിഞ്ഞം തുറമുഖം മാറുകയാണ്. ചർച്ചകൾ ഫലം കാണാത്തതും ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുകയും ചെയ്തതോടെ ലോക വ്യാപാരത്തിന്റെ ചരക്ക് നീക്കം വലിയൊരു പ്രതിസന്ധിയിലാണ്. യുദ്ധഭീതിയെ തുടർന്ന് ദുബായ് തുറമുഖങ്ങളിൽ കപ്പലുകൾ അടുപ്പിക്കാൻ കഴിയുന്നില്ല. ഇതോടെ നടുക്കടലിൽ കുടുങ്ങിയ 100-ലേറെ കൂറ്റൻ മദർഷിപ്പുകൾ ഇപ്പോൾ കേരളത്തിന്റെ വിഴിഞ്ഞം തുറമുഖത്തെയാണ് ആശ്രയിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകേണ്ട 8 പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളാണ് കപ്പലുകൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുപ്പിക്കാൻ അനുമതി തേടിയിരിക്കുന്നത്. ശബരിമലയിൽ നടന്ന വൻ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങുമെത്താതെ നിലയ്ക്കുന്നു. സംഭവം നടന്ന 6 മാസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായിട്ടും പുതിയ അറസ്റ്റുകളോ തൊണ്ടുമുതൽ കണ്ടെത്തലോ ഉണ്ടാകാത്തത് ഭക്തർക്കിടയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ജംഷഡ്പൂരിലെ ലാബിലേക്ക് അയച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിക്കാത്തതാണ് കുറ്റപത്രം വൈകാൻ പ്രധാന കാരണമായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. SIT-യിലുണ്ടായിരുന്ന SP ബിജോയ് വിരമിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ടും പകരം നിയമനം നടത്താത്തത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചു. പ്രോസിക്യൂഷൻ അനുമതിക്കായുള്ള അപേക്ഷകൾ പോലും ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. ഇതുവരെ പാകിസ്ഥാന് പ്രാധാന്യം നൽകി ഇന്ത്യയുടെയും മോദിയുടെയും പ്രാധാന്യം കുറയ്ക്കാൻ ശ്രമിച്ച ട്രംപ് പക്ഷേ യഥാർത്ഥ പ്രതിസന്ധി മുഹൂർത്തത്തിൽ നരേന്ദ്രമോദിയെ ഫോണിൽ ബന്ധപ്പെട്ടു. ഏകദേശം 40 മിനിറ്റ് നീണ്ട ഫോൺ സംഭാഷണം നടത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താനുമായി ഫോണിൽ സംസാരിച്ചെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു ഇരു രാഷ്ട്ര നേതാക്കളും തമ്മിൽ സംഭാഷണം നടന്നത്. ട്രംപ് പതിവായി പ്രധാനമന്ത്രിയെ വിവരങ്ങൾ അറിയിക്കാറുണ്ടെന്നും പശ്ചിമേഷ്യയിലെ നിലവിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇന്ത്യയും US-ഉം തമ്മിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം മോദിയോട് വിശദീകരിച്ചതായും ഇന്ത്യയിലെ US പ്രതിനിധി സെർജിയോ ഗോർ വ്യക്തമാക്കിയതായി റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്കിൽ ലോകമുറ്റുനോക്കുന്ന അതീവ സമ്മർദ്ദ സാഹചര്യത്തിൽ മോദിയെ ഫോണിൽ ട്രംപ് വിളിച്ചത് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റി. ഇറാൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ മോദിയുമായുള്ള ട്രംപിന്റെ സംഭാഷണത്തെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ബീഹാറിൽ BJP തങ്ങളുടെ ആദ്യ മുഖ്യമന്ത്രിയെ നിയമിക്കാൻ ഒരുങ്ങുന്നതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് കളമൊരുങ്ങുകയാണ്. ഏപ്രിൽ 14-ന് നിതീഷ് കുമാർ രാജിവെച്ചതിനെ തുടർന്ന് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് NDA സർക്കാരിനെ നയിക്കാനുള്ള നിശ്ചിത സ്ഥാനാർത്ഥിയായി സാമ്രാട്ട് ചൗധരി ഉയർന്നു വന്നിരിക്കുന്നു. നിലവിൽ ഉപമുഖ്യമന്ത്രിയായും സംസ്ഥാന BJP അധ്യക്ഷനായും സേവനമനുഷ്ഠിക്കുന്ന ചൗധരിയുടെ ഈ വളർച്ച ശക്തമായ ഒരു പിന്നോക്ക വിഭാഗ OBC നേതൃത്വത്തെ വളർത്തിയെടുക്കാനുള്ള പാർട്ടിയുടെ 10 വർഷത്തിന്റെ തന്ത്രത്തിന്റെ ഫലമാണ്. 33% വനിതാ സംവരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ലോക്സഭാ മണ്ഡലങ്ങൾ പുനർനിർണയിക്കുന്നതിന് കമ്മീഷനെ നിയമിക്കാൻ ബില്ലിൽ നിർദ്ദേശം. ഇതിനായി സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായ സമിതിയെ നിയോഗിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ കമ്മീഷൻ നിയോഗിക്കുന്ന ആളോ അംഗമായിരിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഉണ്ടാകും. സംവരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 850 ഉയർത്തും. നിലവിൽ 543 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. TCS-ന്റെ നാസിക് ഓഫീസിൽ ലൈംഗിക പീഡന ആരോപണങ്ങളും മതപരിവർത്തനത്തിന് നിർബന്ധിക്കുന്നതും വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. നിരവധി അറസ്റ്റുകളും ഉന്നതതല അന്വേഷണവും നടന്നതോടെ കേസ് രൂക്ഷമായ പ്രതികരണങ്ങൾക്കും കാരണമായി. കമ്പനിയുടെ നിരവധി ടീം നേതാക്കൾ ലൈംഗിക പീഡനം, ബലാത്സംഗം, സ്ഥാപനത്തിലെ സഹപ്രവർത്തകർ മതം മാറ്റാൻ നിർബന്ധിതമായി ശ്രമിച്ചത് എന്നിവയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഓപ്പറേഷനിൽ കണ്ടെത്തി. വാട്സ്ആപ്പ് ചാറ്റുകളുടെ പിന്തുണയോടെ നടത്തിയ അന്വേഷണത്തിൽ മലേഷ്യയുമായി ബന്ധമുള്ള ഒരു മതപ്രഭാഷകൻ ഇമ്രാൻ വീഡിയോ കോളുകൾ വഴി ഇരകൾക്ക് പരിചയപ്പെടുത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഛത്തീസ്ഗഡിലെ ശക്തിയിലുള്ള വേദാന്ത പവർ പ്ലാന്റിന്റെ ബോയിലർ പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ എണ്ണം 14 ഉയർന്നു. പരിക്കേറ്റ 20ഓളം തൊഴിലാളികൾ ഇപ്പോഴും ചികിത്സയിലാണ്. അവരിൽ പലരുടെയും നില ഗുരുതരമാണ്. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ഗുരുതരമായ വ്യാവസായിക ദുരന്തങ്ങളിലൊന്നാണിത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 സിംഗിത്താരയിലെ കമ്പനിയുടെ താപവൈദ്യുത നിലയത്തിൽ ബോയിലറിൽ നടന്ന ടർബൈനിലേക്ക് ഉയർന്ന മർദ്ദത്തിലുള്ള നീരാവി കൊണ്ടുപോകുന്ന ഒരു ട്യൂബ് അതിശക്തമായി പൊട്ടിത്തെറിച്ചതാണ് സംഭവം. ഒരു രാജ്യത്തിന്റെ സുരക്ഷ തീരുമാനിക്കുന്നത് സൈനിക ശക്തി മാത്രമല്ല, ജനങ്ങളുടെ ഇച്ഛാശക്തിയും മനോബലവുമാണെന്ന് NSA അജിത് ഡോവൽ ചൊവ്വാഴ്ച പറഞ്ഞു.
ഒരു രാജ്യത്തെ ശക്തി വിലയിരുത്തുമ്പോൾ പൊതുജനങ്ങളുടെ മനോബലത്തെ അവഗണിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ സാന്നിധ്യത്തിൽ നടന്ന രാഷ്ട്രീയ രക്ഷാ സർവകലാശാലയുടെ 5ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കവേ ദേശീയ സുരക്ഷ സങ്കീർണമാണെന്നും അതിൽ സൈനിക ശക്തി, സാങ്കേതിക വിദ്യാ വിഭവങ്ങൾ, നയതന്ത്രം, മനുഷ്യശക്തി എന്നിവ ഉൾപ്പെടുന്നുവെന്നും ഡോവൽ വ്യക്തമാക്കി. ദേശീയ സുരക്ഷ സൈന്യത്തിന്റെയോ പോലീസിന്റെയോ രഹസ്യാന്വേഷണ ഏജൻസികളുടെയോ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും മറിച്ച് മുഴുവൻ രാജ്യത്തിന്റെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നയതന്ത്ര രംഗത്തെ വലിയൊരു നേട്ടമായി ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ച ഒരു സംഭവം പാകിസ്ഥാന് ആഗോളതലത്തിൽ വലിയൊരു നാണക്കേടായി മാറിയിരിക്കുകയാണ്. 2026 ഏപ്രിൽ 10 മുതൽ 12 വരെ ഇസ്ലാമാബാദിൽ നടന്ന ഉന്നതതല US-ഇറാൻ ചർച്ചകളാണ് വിവാദത്തിലായിരിക്കുന്നത്. ചർച്ചയുടെ ഫലത്തെക്കാൾ ഉപരിയായി വേദിയായ സെറീന ഹോട്ടലുകളിലെ ബില്ലടയ്ക്കുന്നതിൽ പാകിസ്ഥാൻ സർക്കാർ പരാജയപ്പെട്ടതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയും വിശ്വാസ്യതയും കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. കുടിശ്ശിക പ്രശ്നം രൂക്ഷമായതോടെ ഹോട്ടൽ ഉടമ തന്നെ നേരിട്ടിടപെട്ട് തുക അടച്ചു തീർക്കുകയായിരുന്നു. ചൊവ്വാഴ്ച ആൻഡമാൻ കടലിൽ കനത്ത കാറ്റും പ്രക്ഷുബ്ധമായ കടലും കാരണം റോഹിംഗ്യൻ അഭയാർത്ഥികളും ബംഗ്ലാദേശി പൗരന്മാരും ഉൾപ്പെടെ 250 പേർ മരിച്ചതായി സംശയിക്കുന്നു. കാണാതായവരെ കണ്ടെത്തുന്നതിനായി ആൻഡമാൻ കടലിൽ വൻ തിരച്ചിലും രക്ഷാപ്രവർത്തനവും നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. തെക്കൻ ബംഗ്ലാദേശിലെ ടെക്നാഫിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ മലേഷ്യയിലേക്ക് പോകുന്നതിനിടെയാണ് കനത്ത കാറ്റും തിരക്കും കാരണം മുങ്ങിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പരമ്പരാഗതമായി കരയിലൂടെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഗണ്യമായ മാറ്റത്തോടെ പാകിസ്ഥാൻ തീരസംരക്ഷണ സേനയ്ക്കെതിരായ ആദ്യത്തെ സമുദ്ര ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. ബലൂചിസ്ഥാനിലെ തീരദേശ പട്ടണമായ ജീവാനിക്ക് സമീപമുള്ള ആക്രമണത്തിൽ 3 തീരദേശ സംരക്ഷണ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടതായി BLA അവകാശപ്പെട്ടു. പാകിസ്ഥാൻ ഇറാൻ സമുദ്ര അതിർത്തിയോട് ചേർന്നുള്ള അറേബ്യൻ കടലിൽ പാകിസ്ഥാൻ കോസ്റ്റ് ഗാർഡ് പെട്രോളിംഗ് കപ്പലിനെ തങ്ങളുടെ പോരാളികൾ ലക്ഷ്യമിട്ടതായി സംഘം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.